ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും UDF വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കായംകുളത്തെത്തിയ പുതുയുഗ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. UDF 100-ലധികം സീറ്റ് നേടി വിജയിക്കുമെന്നും കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 100-ലധികം സീറ്റുകൾ വാങ്ങി UDF അധികാരത്തിലെത്താൻ പോവുകയാണെന്നും വലിയ മാറ്റമാകും ഇനി കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പുതുയുഗ യാത്രയ്ക്ക് കായംകുളത്ത് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ VD സതീശൻ. ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപൂർവമായ നികുതി ഭരണം കൊണ്ട് ഖജനാവിന്റെ ചോർച്ചയടയ്ക്കാൻ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ സ്വീകരിച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് നമ്മൾ അത് ചെയ്യും. എന്നിട്ട് ഖജനാവ് നിറയുമ്പോൾ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവൻ്റെ സങ്കടങ്ങൾ മാറ്റും, അവൻ്റെ കണ്ണീരൊപ്പും, അവൻ്റെ ജീവിത നിലവാരം ഉയർത്തും. നമ്മൾ ഈ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും. ഭൂരിപക്ഷ വർഗീയത പറയാനും ന്യൂനപക്ഷ വർഗീയത പറയാനും UDF സമ്മതിക്കില്ല. ആര് പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യും. ഏത് കോല കൊമ്പൻ വന്ന് പറഞ്ഞാലും നമ്മളതിനെ ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്യില്ല, വെള്ളം ചേർക്കില്ല. ഇനി ചിലർ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, പേടിപ്പിക്കാൻ വരും. എടോ, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയരുതെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയും. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും VD സതീശനും ഒക്കെ ഇനി കുറച്ച് നാൾ കൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാകും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ ഈ മക്കളും ഈ കൊച്ചുമക്കളും ഉണ്ടാവും. അവർ ജീവിക്കുന്ന കേരളത്തിലെ സൗഹാർദ്ദം തകർക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ UDF, ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരും. എല്ലാവരും കൂടി ഒരുമിച്ച് കായംകുളത്ത് UDFന്റെ വിജയക്കൊടി പാറിക്കണം. ഒരു വാക്കുകൂടി പറയാം, ഇവിടെ UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ ആ സ്ഥാനാർത്ഥി ജയിക്കുന്ന MLAയുടെ സ്വീകരണ സമ്മേളനത്തിൽ ഞാൻ വരും. വാക്കാണ്. രാജ്യത്ത് ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. ആശുപത്രികളിൽ മരുന്നില്ല. KSRTCയെ പാടെ തകർത്തു. വൈദ്യുതി മേഖല, വിദ്യാഭ്യാസ മേഖല എന്നിവയടക്കം എല്ലാ മേഖലയിലും തകർച്ച ദൃശ്യമാണ്. ആരോഗ്യ മേഖലയെ പൂർണ്ണമായും ആരോഗ്യത്തിലെത്തിക്കുന്ന നടപടികളാകും UDF അധികാരത്തിൽ വന്നാൽ ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും UDF വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും. പുതുയുഗ യാത്രയ്ക്ക് നാടെങ്ങും വലിയ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ആവേശമാണ് പ്രവർത്തകർക്ക് ഉണ്ടാക്കുന്നത്. വോട്ട് ബാങ്ക് കാണിച്ച് ഭയപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും UDF അത് വകവെക്കില്ല. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് CPM ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.